السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا رسول الله يا حبيب الله. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. വളരെ അത്ഭുതകരമായൊരു സംഭവമാണ് ഇന്നത്തെ നമ്മളെ വീഡിയോയിലൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കേൾക്കാനിരിക്കുന്നത്. അഥവാ ഹജ്ജിന് പോകാത്ത, ഹജ്ജ് ചെയ്യാത്ത ഒരാൾക്ക് ഹജ്ജിൻ്റെ പ്രതിഫലം ലഭിക്കുകയും മാത്രമല്ല അക്കൊല്ലം ഹജ്ജ് ചെയ്തവരുടെ മുഴുവൻ അമലുകളും ഈ ഹജ്ജ് ചെയ്യാത്ത ആളുടെ ആ ഒരു ഉദ്ദേശം കൊണ്ട് സ്വീകരിക്കുകയും ചെയ്ത അത്ഭുതകരമായ ഒരു സംഭവം. നമ്മളൊക്കെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട, നമുക്കൊക്കെ കൂടുതൽ പ്രോത്സാഹനം നൽകേണ്ട, പ്രോത്സാഹനം ലഭിക്കേണ്ട പല നല്ല കാര്യങ്ങൾക്കും നമ്മൾക്ക് പ്രചോദനം നൽകുന്ന ഒരു സംഭവമാണിത്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് എന്ന് പറയുന്ന വലിയൊരു പണ്ഡിതൻ, മഹാനായ പണ്ഡിതൻ, താബിഉകളിൽ പെട്ട ഒരു മഹാനാണ്, അല്ലെങ്കിൽ തബൗ താബിഉകളിൽപ്പെട്ട ഒരു മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്നൊരു സംഭവമാണ് ഇത്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. ഒരിക്കലും ഇത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. കാരണം സൈനുദ്ദീൻ മഖ്ദൂം എന്ന് പറയുന്ന വലിയ മഹാനായ പണ്ഡിതൻ, അവർ എൽമിൻ്റെ ബഹ്റായിരുന്നു. ആ മഹാനുഭാവൻ രേഖപ്പെടുത്തുന്നൊരു സംഭവമാണ്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അദ്ദേഹം പറയുന്നു, ഞാൻ ഹജ്ജ് കഴിഞ്ഞ് ആ പരിശുദ്ധമായ ഹറം ഷരീഫിൽ ഇങ്ങനെ ഉറങ്ങുകയാണ്. ഒരു ദിവസം ഉറങ്ങുന്ന സമയത്ത് ഞാൻ സ്വപ്നം കാണുകയാണ്. എന്താണ് സ്വപ്നം? 2 മലക്കുകൾ വന്നിട്ടുണ്ട്. എന്നിട്ടൊരു മലക്ക് മറ്റേ മലക്കിനോട് ചോദിക്കുന്നു, ഈ കൊല്ലം എത്ര ആളുകൾ ഹജ്ജ് ചെയ്തു? അപ്പോൾ ആ മലക്ക് പറയുന്നുണ്ട്, ഇക്കൊല്ലം 6000 ആളുകൾ ഹജ്ജ് ചെയ്തു. അല്ലെങ്കിൽ 6 ലക്ഷം ആളുകൾ ഹജ്ജ് ചെയ്തു. അങ്ങനെയും റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എത്ര ആളുകളുടെ ഹജ്ജ് സ്വീകരിച്ചു? മറ്റേ മലക്കിൻ്റെ ചോദ്യമാണ്. ഈ മലക്ക് പറയുന്നു, ഒരാളുടെയും ഹജ്ജ് സ്വീകരിച്ചില്ല. പക്ഷേ ഹജ്ജ് ചെയ്യാത്ത ഒരാൾ ദമസ്കസിലുണ്ടായിരുന്നു. ചെരുപ്പ് കുത്തിയായ, ചെരുപ്പ് തുന്നി ജീവിക്കുന്ന ഒരു മനുഷ്യൻ, മുവഫിഖ് എന്ന് പറയും അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഹജ്ജ് ചെയ്തിട്ടില്ല, ഹജ്ജിന് വന്നിട്ടില്ല. പക്ഷേ അദ്ദേഹത്തെ കൊണ്ട് ഈ 6 ലക്ഷം ആളുകളുടെ ഹജ്ജും സ്വീകരിച്ചു. 6 ലക്ഷം ആളുകളുടെയും ഹജ്ജ് സ്വീകരിച്ചു. ഈ മുവഫിഖ് ഹജ്ജിന് വന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു നന്മയുടെ ബർക്കത്ത് കൊണ്ട് അദ്ദേഹം ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഹജ്ജ് അള്ളാഹു സ്വീകരിച്ചു. മറ്റുള്ള ആളുകളുടെ ഹജ്ജ് ചെയ്തവരുടേത് മുഴുവനും അള്ളാഹു സ്വീകരിച്ചു. എന്താണ് സംഭവം എന്നറിയാൻ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു
തൻ്റെ നാട്ടിലേക്കെത്തി. ദമസ്കസിലെ ഓരോ വീടുകളുടെ അടുക്കലും അദ്ദേഹം അന്വേഷിച്ചു, ആരാ മുവഫിഖ്, മുവഫിഖ് എന്ന് പറഞ്ഞ ആളാരാ, എവിടെയാണ്? അങ്ങനെ അദ്ദേഹത്തെ കണ്ടുകിട്ടി. അദ്ദേഹത്തോട് ചോദിച്ചു, അയ്യു ഖൈർ ഖറജ മിൻക ഹത്താ വജത്ത ഹാദിഹി ദർജ, ഈ ഒരു പദവിയിൽ അങ്ങെത്താൻ എന്ത് നന്മയാണ് അങ്ങ് ചെയ്തത്? അഥവാ ഹജ്ജിന് പോയിട്ടില്ല, പക്ഷേ ഹജ്ജിൻ്റെ കൂലി കിട്ടി എന്ന് മാത്രമല്ല, മറ്റുള്ള 6 ലക്ഷം ആളുകളുടെ ഹജ്ജ് സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ എന്താണ് നിങ്ങൾ ചെയ്ത ഒരു കാര്യം എന്താണ്? അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, കുന്തു അർജുൽ ഹജ്ജ, ഞാൻ ഹജ്ജ് ഉദ്ദേശിച്ചവനായിരുന്നു. പക്ഷേ വമ അംകനനി ലീഖിയതി, എനിക്ക് സാമ്പത്തികമായി പ്രയാസങ്ങളുണ്ടായതുകൊണ്ട് എനിക്കതിന് സാധിച്ചില്ല. അങ്ങനെ എനിക്ക് 300 ദിർഹം ചെരുപ്പ് തുന്നിയിട്ട് കിട്ടി. ഞാൻ ആ 300 ദിർഹം സൂക്ഷിച്ചു വച്ചു, ഹജ്ജ് ഈ കൊല്ലം ഹജ്ജിന് പോകണം എന്നുള്ള ഉദ്ദേശത്തോടെ. അങ്ങനെ അദ്ദേഹം പറയാണ്, എൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. എൻ്റെ അയൽപക്കക്കാരൻ്റെ വീട്ടിൽ നിന്ന് ഒരു മാംസത്തിൻ്റെ വാസന എൻ്റെ ഭാര്യ രുചിച്ചു. ഗർഭിണിയാണല്ലോ, ആഗ്രഹം ഉണ്ടാവുമല്ലോ. അങ്ങനെ അത് വാങ്ങിക്കൊടുക്കാൻ ഞാൻ ആ വീടിൻ്റെ അടുക്കൽ ചെന്ന് ഒന്ന് അന്വേഷിച്ചു. അങ്ങനെ ആ പെണ്ണ്, അവിടുത്തെ ഒരാൾ എന്നോട് പറഞ്ഞു, എൻ്റെ ഈ മക്കൾ 3 ദിവസമായിട്ടൊന്നും ഭക്ഷിച്ചില്ല. അങ്ങനെ ഞാൻ പുറത്തിറങ്ങി നോക്കുമ്പോൾ ഒരു ചത്ത കഴുതയെ ഞാൻ കാണുകയാണ്. അങ്ങനെ ആ ചത്ത കഴുതയുടെ ശരീരത്തിൽ നിന്ന് ഒരു മാംസക്കഷം ഞാൻ മുറിച്ചെടുത്ത് ഞാനത് വേവിച്ചു, ഞാനത് പൊരിച്ചു എൻ്റെ മക്കൾക്ക് കൊടുത്തു. വേറൊന്നും എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ എൻ്റെ അടുക്കൽ പണം ഇല്ല. അതുകൊണ്ട് ഫഹു ഹലാലുല്ലന വ ഹറാമുനലിക്കും, ഇത് ഞങ്ങൾക്ക് ഹലാലാണ്, നിങ്ങൾക്ക് ഹറാമാണ്. കാരണം പട്ടിണി കിടക്കുമ്പോൾ ശവം തിന്നാൻ പറ്റും, ഞങ്ങൾക്ക് ഹലാലാണ്, നിങ്ങൾക്ക് ഹറാമാണ്, പാടില്ല. അങ്ങനെ ഇത് കേട്ടപ്പോൾ ചെരുപ്പ് കുത്തിയായ മുവഫിഖ് ഹജ്ജിന് പോകാൻ എടുത്തു വച്ച 300 ദിർഹം തൻ്റെ വീട്ടിൽ പോയി അദ്ദേഹം എടുത്തുകൊണ്ട് വന്നു ഈ അയൽവാസിക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അംഫിക്കി അല ഐതാമിക്കി, നിൻ്റെ എത്തീം കുട്ടിക്ക് നിങ്ങൾ ഈ ഭക്ഷണം ഈ കാശ് കൊണ്ട് ഭക്ഷണം വാങ്ങി നിങ്ങൾ കൊടുക്ക്. എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു, ഇന്നൽ ഹജ്ജ ഫീ ബാബിദാരി, എൻ്റെ ഹജ്ജ് എൻ്റെ അയൽവക്കക്കാരൻ്റെ വീടിൻ്റെ അടുക്കലാണ്, വീടിൻ്റെ വാതിൽക്കലാണ്, ഞാനിനി അങ്ങോട്ട് പോകാനാ എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഇതാണ് സംഭവം. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു കണ്ട സംഭവം ഇതാണ് മുവഫിഖിന് ഹജ്ജിന് പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഹജ്ജിൽ പങ്കെടുത്ത കൂലി അദ്ദേഹത്തിന് ലഭിക്കുകയും അദ്ദേഹം കാരണം 6 ലക്ഷത്തോളം ആളുകളുടെ ഹജ്ജ് സ്വീകരിക്കുകയും ചെയ്തതിൻ്റെ പിന്നിലുണ്ടായ നന്മ ഇതാണ്. അപ്പോൾ ചില നന്മകളൊക്കെ ചില സമയത്ത് വളരെ പ്രതിഫലാർഹമാണ്. അവിടെ ഹജ്ജിന് വേണ്ടി തിരഞ്ഞെടുത്ത പണമാണ് അദ്ദേഹം പട്ടിണി കിടക്കുന്ന എത്തീം മക്കൾക്ക് കൊടുത്തത്. അത്ര കൂലിയാണ്. ചില സമയങ്ങളിൽ ആ സമയത്ത് ഹജ്ജിനല്ല, അദ്ദേഹം ഹജ്ജിന് പോകലല്ല അള്ളാഹ് ഇഷ്ടപ്പെട്ടത്, ആ പണം എത്തീം കുട്ടികൾക്ക് കൊടുക്കലാണല്ലോ ഇഷ്ടപ്പെട്ടത്. എന്നാലും ഹജ്ജിന് പോകാൻ വേണ്ടി എടുത്തു വച്ച പണമായതുകൊണ്ട് അള്ളാഹു തആല ഹജ്ജിൻ്റെ കൂലി മുവഫിഖിന് കൊടുക്കുകയും ചെയ്തു. അക്കൊല്ലം ഹജ്ജ് ചെയ്ത മുഴുവൻ ആളുകളുടെ 6 ലക്ഷത്തോളം വരുന്ന ആളുകളുടെ ഹജ്ജും സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട പാഠം. അപ്പോൾ പാവപ്പെട്ടവരെ സഹായിച്ച കൂലി കിട്ടും. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം.